അങ്ങനെ ഫൈനലി വിഷുവായി. ഞാൻ രാവിലെ തന്നെ എണീറ്റ് കണിയെല്ലാം വെച്ചിട്ടുണ്ട്. ചക്ക, മാങ്ങ, തേങ്ങ എല്ലാ സാധനവും ഞാൻ കണി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നും വിട്ടില്ല. അങ്ങനെ കണിയെല്ലാം വെച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ആര്യനെയും രാജുവേട്ടനെയും വിളിച്ചിട്ട് ഞാൻ കണി കാണിച്ചു കേട്ടോ. ആര്യന് ഇപ്രാവശ്യം ഇങ്ങനെ നോക്കുന്നെല്ലാം ഉണ്ടായി. ഓന് ഇപ്രാവശ്യം എന്തെല്ലോ മനസ്സിലായി, ഇങ്ങനെ കണി വെക്കുന്നതെല്ലാം എന്തെല്ലോ പറഞ്ഞപ്പോൾ ഇന്നെല്ലാം മൂളുന്നുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനാണ്. രാവിലെ തന്നെ ഈ പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സെറ്റായല്ലോ. പിന്നെ രാജുവേട്ടൻ ഞങ്ങൾക്ക് രണ്ടാക്കും കൈ നീട്ടെല്ലാം തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പെരടാൽ അമ്പലത്തിലേക്ക് പോയി. അവിടെ പോയപ്പം അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ടായി. പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പിന്നെ പൂജയെല്ലാം കഴിപ്പിച്ചിട്ട് പിന്നെ പോയത് നെക്കര അമ്പലത്തിലേക്കാണ്. അവിടെയും ആളും കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഞങ്ങൾ പോയപ്പോൾ അവിടെ തന്നെ പൂജയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രസാദം മേടിച്ചു. പിന്നെ ഒരാൾ അവിടെ നിന്ന് ലഡു കൊടുക്കുന്നുണ്ടായി എല്ലാവർക്കും. അതും മേടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് പിന്നെ ഉച്ചക്കത്തെ പരിപാടി തുടങ്ങിയിട്ട് ആ പായസം വെച്ച് ചോറും കറി എല്ലാം വെച്ച്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് നെയ്ച്ചോറ്, കോഴിക്കറി, കോഴി കാച്ചിയത്, പിന്നെ കച്ചമ്പാറ്, ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ പായസം, പാൽപ്പായസമാണ് വെച്ചത്. ഞാൻ ഇങ്ങോട്ട് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം അങ്ങോട്ടെല്ലാം നോൺ വെജ് ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. വിഷുവിനും ഓണത്തിനെല്ലാം എന്തായാലും നോൺ വെജ് വെക്കും. സദ്യ ആയാലും അതിൻ്റെ സൈഡിലൊരു കൊയ്യാച്ചതില്ലെങ്കിൽ ഒരു തിന്നാനൊരു സുഖം ഉണ്ടായില്ല. അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് അതാണ് മസ്റ്റ്, നോൺ വെജ് മസ്റ്റാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും. അങ്ങനെ നല്ലോണം ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ എല്ലാവരും വന്നു. പിന്നെ രാജുവേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നു. അങ്ങനെ എല്ലാമായിട്ട് ഞങ്ങൾ ഇപ്രാവശ്യത്തെ വിഷു